ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ പകൽ സമയം ഒരുമിച്ച് ചേർന്ന് വന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ കൃപ ചെയ്ത് അനുഗ്രഹിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാം ഇന്ന് വായിച്ചതായ സങ്കീർത്തനം 139 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചതെങ്കിലും അതിലെ ഓരോ വാക്യങ്ങളും നാം വായിക്കുമ്പോൾ നമുക്ക് തന്നെ പറയുവാൻ കഴിയും, അല്ലെ, ദിസ് വേഴ്സ് സ്പീക്സ് ടു മീ, ഇത് എന്നോടുള്ള വചനമാണ് എന്നുള്ളത്. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന അതിന്റെ 18 വാക്യത്തിന്റെ 2ാമത്തെ ലൈനാണ്, ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു. ദാറ്റ് മീൻസ് ഏതൊരു സാഹചര്യത്തിൽ, അതായത് ഈ 1 മുതൽ 16, 17 വാക്യം വരെ വായിക്കുമ്പോൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ കൂടെ സങ്കീർത്തനക്കാരൻ പോയിട്ടുണ്ടോ, എന്നാലും ആ 18 വാക്യത്തിന്റെ 2ാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഐ ആം സ്റ്റിൽ വിത്ത് യു. ഹല്ലേലൂയ. ഏതെല്ലാം പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ ഒരു കാര്യം മനസ്സിലായി, ഐ ആം നോട്ട് away from God, I am with God. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ജീവിതത്തിലും അനുഭവമാകേണ്ടത്. നാം ഏതെല്ലാം സാഹചര്യത്തിൽ കൂടെ കടന്നുപോയെന്ന് പറയുമ്പോഴും ഹല്ലേലൂയ, നമുക്ക് ബോധ്യമാകണം, നമ്മെ തന്നെ ഒന്ന് റിയലൈസ് ചെയ്യണം, ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് കൂടെയാണ് എന്നുള്ളത്. ഹല്ലേലൂയ. അതാണ് ഒരു ഭക്തനെ ശ്രേഷ്ഠനാക്കി. അത് പറയുമ്പോൾ എന്നെ ഹല്ലേലൂയ, ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇവിടെ വരും വരെ. 3 ഹല്ലേലൂയ സബ്ജക്ട്സ് ദൈവം എന്റെ ജീവിതത്തിലേക്ക് നൽകി തന്നിട്ടുണ്ട്. പക്ഷെ ഈ സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ എന്താണ്, ഏത് വിഷയമാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഹല്ലേലൂയ പ്രയാസപ്പെട്ട് നിന്ന സമയത്താണ് ദൈവം എനിക്ക് ഇവിടെ നിന്നപ്പോൾ ഈ സങ്കീർത്തനത്തെ നൽകി തന്നത്. ഞാൻ ഈ വാചകം നോക്കായിരുന്നു, ഈ ലാസ്റ്റ് സെന്റൻസ്, ഹല്ലേലൂയ, സ്റ്റിൽ ഐ ആം വിത്ത് യു. ഹല്ലേലൂയ. ഈ വാചകം നോക്കായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ദൈവം എന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഐ ആം ഷുവർ ദാറ്റ് ഹല്ലേലൂയ ഹി വിൽ സ്പീക്ക് ടു യു ടുഡേ. ഹല്ലേലൂയ. നിങ്ങളോട് അവൻ ദൈവമായ കർത്താവ് സംസാരിക്കുമെന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഒരു പാസേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 18 അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 4-ാം വാക്യം. Book of Jeremiah, chapter 18, verse 4. The vessel that he made of clay was mad in the hand of the potter. So he made again another vessel, seemed good to the potter to make it. Amen. And the vessel that he made of clay was mad in the hand of the potter. So he made it again. എന്ന് പറഞ്ഞാൽ ആ തകർന്നു പോയതിനെ തന്നെയാണ്, അല്ലെ, പോട്ടർ എന്ത് ചെയ്യുന്നത്, പണിതെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവ് എന്ന പ്രവാചകനുണ്ടായ അരുളപ്പാടാണ്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. ആമേൻ. ദൂത് വ്യക്തമാണ്. എന്ത് ചെയ്യണം? കുശവന്റെ വീട്ടിലേക്ക് ചെല്ലണം. വാട്ട് ഹി ഹാസ് ടു ഡു? കുശവന്റെ വീട്ടിൽ ചെന്നാൽ ഈ പ്രവാചകൻ എന്ത് ചെയ്യണം? വചനം കേൾപ്പിക്കുമെന്നാ പറയുന്നത്, അല്ലെ? ദൈവവചനം കേൾപ്പിക്കും. ദാറ്റ് മീൻസ് he has to wait there until he hears from God. ദൈവ ശബ്ദം കേൾക്കുന്നത് വരെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ നിന്നാ മതി. ഹല്ലേലൂയ. അവിടെ ചെന്ന് കാണുന്ന കാഴ്ചകൾ കണ്ടിട്ട് ദൈവ ശബ്ദത്തിന് കാതോർക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കും, അല്ലെ? വളരെ കാര്യമായിട്ട് ഓരോ വിഷയങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ആർ വി ഹിയറിംഗ് ദ ആൻസർ ഫ്രം ഗോഡ്? നമ്മൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഇഷ്ടം കേൾപ്പാൻ തക്കവണ്ണം കാതോർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ വൺ വേ ആയിട്ടാണ് പറയുന്നത്, അല്ലെ? ഇവിടെ നിന്ന് എല്ലാം പറഞ്ഞ് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, അല്ലെ? പക്ഷെ ഇവിടെ നമ്മെ ചിലത് ആമേൻ യഹോവയായ ദൈവം പഠിപ്പിച്ചു തരിക. എന്താണെന്നറിയാമോ? നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ എന്റെ വചനം ഞാൻ നിന്നെ കേൾപ്പിക്കും. ഇത് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട പ്രവാചകൻ
ഈ കുശവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ സംഭവിക്കുന്നത്, അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. കുശവൻ എന്താ ഇവിടെ പണിത്? He didn't waste, but what he made? ഒരു പാത്രം, അല്ലെ? കുശവന് എന്തെല്ലാം പണിയാൻ പറ്റും. പക്ഷെ കുശവൻ ഇവിടെ ഈ പ്രവാചകൻ വന്നപ്പോൾ കുശവൻ ചെയ്തത് എന്താണെന്നറിയാമോ? He was making a vessel, അല്ലെ? He was preparing a vessel. ഹല്ലേലൂയ. ദൂത് വരുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്തിനാ ഈ വെസൽ ഉണ്ടാക്കുന്നത്? Why he made that vessel? എന്തിനാ വെസൽ? Amen. Something to fill in it. അല്ലെ? ചിലത് അതിൽ ഒഴിക്കത്തക്കവണ്ണം, നിറയത്തക്കവണ്ണം ആവശ്യത്തിനാണ് കുശവൻ ഈ വെസൽ ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പേർപ്പസ് എന്ന് പറയുന്നതും ഹല്ലേലൂയ നിന്നെ നിറയ്ക്കുവാനുള്ളതാണ്. നീ ഒരു പാത്രമാണെങ്കിൽ is there to fill it. ഹല്ലേലൂയ. നമ്മെ ഉപമിക്കുമ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുമ്പോഴൊക്കെ ഞാനൊരു മൺപാത്രം, അല്ലെ? അങ്ങനെയാണെങ്കിൽ there is purpose to fill. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ആ പാത്രത്തെ നിറയ്ക്കേണ്ടതിനാണ്. ഹല്ലേലൂയ. ദൈവം ഇരമ്യാവിനെ ഈ കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പാത്രത്തിന്റെ ഉപമ കാണിച്ചുകൊണ്ട് ചിലത് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ പറയുകയാണ്, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. നോക്കിക്കേ, അവനൊന്നും സംസാരിച്ചില്ല, അവനൊന്നും പറഞ്ഞില്ല. കുശവന്റെ കയ്യിലെ കളിമണ്ണ് അവൻ വാർത്തതുപോലെ അത് ചീത്തയായി പോയപ്പോൾ തനിക്കിഷ്ടമുള്ള മറ്റൊരു പാത്രമാക്കി തീർത്തത് താൻ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇരമ്യാവിന് ദൂത് വരുന്നത്. അവൻ യഹോവയുടെ അരുളപ്പാട് എന്താണെന്നറിയാമോ? ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? ഹല്ലേലൂയ. That means, ഹല്ലേലൂയ, ഈ കുശവൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗൃഹം ഈ കളിമണ്ണിനോട് ഉപമിപ്പിച്ചുകൊണ്ടാണ് യഹോവയായ ദൈവം പറയുന്നത്, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ? എന്താ ഈ കുശവൻ ചെയ്തത്? ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു. എന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. You are in my hands, just like clay in the pot. Amen. You are in my hand. Hallelujah. ദൈവത്തിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും എവിടാ? ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഞാൻ എവിടാ? ആമേൻ. ഇപ്പോഴത്തെ ഈ കുശവൻ, കളിമണ്ണ്, പോട്ടറിന്റെ സാഹചര്യം വെച്ച് ഞാൻ എവിടെയാ? ആമേൻ. പറ. Still on the spin. ഞാൻ ഹല്ലേലൂയ വീലിന്റെ പുറത്ത് സ്പിന്നായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ മേൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഈ സ്പിന്നാകുമ്പോൾ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ പിശാച് ആഞ്ഞടിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. He's molding you. ഹല്ലേലൂയ. നിന്നെ ഒന്ന് പണിതെടുക്കുക. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. നിന്നെ നിറയ്ക്കേണ്ടതിന് ആവശ്യമായത് പകരവാൻ ആവശ്യമായ ഒരു പാത്രമാകത്തക്കവണ്ണം നിന്നെ അവൻ പണിതെടുക്കുക. ഒരുപക്ഷെ നീ ഹല്ലേലൂയ ഭയങ്കര സ്പീഡ് കറങ്ങുന്ന സാഹചര്യമായിരിക്കും. നീ ഇങ്ങനെ കറങ്ങുമ്പോൾ നീ വിചാരിക്കുന്നത് ഞാനും കറങ്ങുക, ഞാൻ കാണുന്നതൊക്കെ എന്റെ കൂടെ കറങ്ങുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വ്യക്തമാക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ നീ എന്റെ കയ്യിലാ. ഹല്ലേലൂയ. സ്പിന്നായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഹല്ലേലൂയ ചുറ്റ് എത്രമാത്രം വേണമെന്നുള്ളത് ഹല്ലേലൂയ ആരാ തീരുമാനിക്കുന്നത്? ദൈവമാ തീരുമാനിക്കുന്നത്. നിന്റെ ഹല്ലേലൂയ അവസ്ഥ അറിഞ്ഞ് നിന്നെ എത്രമാത്രം അതിനെ പണിതെടുക്കണം എന്നുള്ളത് ദൈവം തീരുമാനിച്ചിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കറങ്ങുന്നതിന്റെ ഇടയില് ഹല്ലേലൂയ കുശവന്റെ കൈ ഒന്ന് വരും, അല്ലെ? ഹല്ലേലൂയ. പലപ്പോഴും ഈ കറങ്ങുമ്പോൾ ഇതിന്റെ അവസ്ഥയ്ക്ക് ഒരു സാന്ത്വനം ആവശ്യമാ.
ഇതിന്മേലിരുന്ന് കറങ്ങുമ്പോൾ ഹല്ലേലൂയ എന്നെ ആരും ആശ്വസിപ്പിക്കുവാനില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാ മറ്റാരും വരാത്ത സാഹചര്യത്തിൽ ഇതിന്റെ യജമാനനായ കുശവൻ അതിനെ ഒന്ന് തലോടിയിട്ട് പറയാ, ഇത് നിനക്ക് ഇവിടെ ആവശ്യമാ, ഈ തലോടൽ, ഈ തൊടൽ നിനക്ക് ആവശ്യമാ. ഹല്ലേലൂയ. എന്തിനാന്നറിയാമോ? ഹല്ലേലൂയ, ആ പാത്രത്തിന് വേണ്ടതായ സ്ട്രെങ്ത് കിട്ടേണ്ടതിന് ഹല്ലേലൂയ ചില സാഹചര്യം അല്ലെങ്കിൽ ചില മേഖലകൾ തൊട്ടിട്ട് അതിനൊരു ബെൻഡ് കൊടുക്കും. ഹല്ലേലൂയ. എന്തിനാന്നറിയാമോ? ഹല്ലേലൂയ, പാത്രം അത് ബെൻഡില്ലാതെ ഇങ്ങനെ ഹല്ലേലൂയ ഒരുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിന് അത്രത്തോളം സ്ട്രോങ് ആവത്തില്ല, സ്ട്രെങ്ത് കിട്ടത്തില്ല. പക്ഷെ ഒരു ബെൻഡ് കൊടുത്തിട്ട് അതിനെ ഒന്ന് പണിത് കഴിഞ്ഞാൽ അത് ഇച്ചിരി ഫേം ആയിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ തൊടുന്നത് ഹല്ലേലൂയ നിന്നെ ഒന്ന് സ്ട്രോങ് ആക്കാൻ, ആശ്വസിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നീ ഒന്ന് സ്ട്രോങ് ആവും. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, he will make you wet. ഹല്ലേലൂയ. പലപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ കുശവൻ എന്തിനെന്നറിയാമോ? കുറച്ച് വെള്ളം എടുത്ത് തളിക്കും. ഹല്ലേലൂയ. എന്തിനാന്നറിയാമോ? വഴങ്ങി കിട്ടാൻ. അല്ല, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നിന്നെ ഒന്ന് വഴക്കിയെടുക്കുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ കുശവന്റെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുകയാണ്, അവൻ ഫോം ചെയ്യും. ഹല്ലേലൂയ. ആർക്കൊക്കെ പറയാം, ഗോഡ് വിൽ ഫോം മീ. ദൈവം എന്നെ ഫോം ചെയ്യും. ഇഫ് ഗോഡ് ഈസ് ഫോമിങ് യു, ഹി ഈസ് ഹാവിങ് അനദർ പർപ്പസ്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞതാ, ഫോം ചെയ്തു കഴിഞ്ഞാൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, he fill it. Hallelujah. ഫോം ആയി കഴിയുന്നതിന്റെ അകത്തെ ഫില്ലിംഗ് നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ പകൽക്കാലം ഏതെല്ലാം സാഹചര്യത്തിലാണ് നീ ഫോമേഷൻ സംഭവിക്കുന്നത്, ധൈര്യത്തോടെ നിന്നോ, നിന്റെ മേലൊരു പകർച്ചയുണ്ട്. സ്ട്രഗിൾ എന്ന് പറയുന്നത് എവിടാ? ഫില്ലിങ്ങിലാണോ ഫോമിങ്ങിലാണോ? Amen. Real struggle in your life എന്ന് പറയുന്നത് it's time with your forming. ആ ഫോമിങ് സമയത്താണ് ജീവിതത്തിന്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത്. കാരണം ആ സ്പിന്നിങ് വീലിൽ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ആ വീലിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിന്നെ മാറ്റിവെച്ച് നിന്നെ ഒരു പാത്രമാക്കി റെഡിയാക്കി കഴിയുമ്പോഴാണ് ഫില്ലിംഗ്. ദൈവം ആദ്യജാതനായ ആദമിനെ what it says, he created, right? Means എന്താണെന്നറിയോ? he created എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തതിൽ നിന്നും ഒരു ആദമിനെ ദൈവം ക്രിയേറ്റ് ചെയ്തു. Genesis chapter 1 verse 27, 1:27. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഒന്ന് ഇംഗ്ലീഷിൽ വായിച്ചേ. God created man in his own image and his own likeness. അല്ലേ? ഇനി 2:7 ഒന്ന് വായിച്ചേ. God formed man. Praise God. എത്ര പേർക്ക് മനസ്സിലായി? ക്രിയേഷൻ സംഭവിച്ചു. But in 2:7 it says God formed. That means he prepared you with the designs, the shapes. Hallelujah. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? വായിക്കണ്ട, പറഞ്ഞാൽ മതി. ആമേൻ. എന്താ സംഭവിക്കുന്നത്? ജീവനെ കൊടുത്തു. നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് എന്താ സംഭവിച്ചേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. He fills. എങ്ങനെ? ശ്വാസം അതിലേക്ക് പകർന്ന് ഹല്ലേലൂയ അവനെ ഫില്ല് ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഒരു വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ആലോചനയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. He fills. ഹല്ലേലൂയ. ദൈവം അതിനെ നിറയ്ക്കുവാൻ ഇടയായപ്പോഴാണ് ഹല്ലേലൂയ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. ഹല്ലേലൂയ. സോൾ, ബോഡി, സ്പിരിറ്റ്. ദൈവത്തിന്റെ സ്പിരിറ്റ് അതിലേക്ക് ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള സോളായി മാറി.
ഇല്ലായിരുന്നെങ്കിലോ he will be a ceramic clay. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ പർപ്പസ് അതിലേക്ക് ഫില്ല് ചെയ്തപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു മനുഷ്യനായി മാറി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയിന്മേൽ നീ ഹല്ലേലൂയ തളർന്നു പോകരുത്. ഏതൊരവസ്ഥയിലും നീ സ്പിന്നായിക്കൊണ്ടിരിക്കുകയാണോ, എത്രത്തോളം നീ സ്പിന്നാകുന്നുവോ, ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്, ചഞ്ചലിച്ചു പോകരുത്. യു ആർ സ്റ്റിൽ വിത്ത് ഹിം. ഹല്ലേലൂയ. യു ആർ സ്റ്റിൽ ഇൻ ഹിസ് ഹാൻഡ്സ്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കരങ്ങളിലാ, നീ ദൈവത്തോട് കൂടെയാ. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ച അടുത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. Where is this clay? എവിടെയായി ക്ലേ വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. On the wheel. അല്ലേ? ചക്രത്തിന്മേൽ ആ ക്ലേ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റിട്ട് താഴേക്ക് നോക്കുമ്പോ എന്താ കാണാൻ പറ്റുന്നേ? ഈ ചക്രത്തിന്റെ താഴേക്ക് നോക്കുമ്പോ എന്താ കാണാൻ പറ്റുന്നതെന്ന് അറിയാമോ? യേശുവിന്റെ കാൽ. ഹല്ലേലൂയ. He is controlling you. Hallelujah. He is the one controlling you. Amen. അവൻ പാദപീഠത്തിൽ വെച്ചാണ് നിന്നെ മെനയുന്നത്. ഹല്ലേലൂയ. അവൻ നിന്നെ കൺട്രോൾ ചെയ്യുക. You are not under the feet of devil. You are the feet. Amen. Hallelujah. With Jesus Christ. Hallelujah. പിശാചിന്റെ കാൽക്കലാണെങ്കിൽ അവൻ നിന്നെ പണ്ടേ ഡിസ്ട്രോയ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ സ്പിന്നിങ്ങിന്റെ അവസ്ഥയിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ നീ ധൈര്യമായിട്ട് പറ, ഐ ആം വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിനോട് കൂടെയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. If he is having a purpose. Ezekiel 37 verse 3. Ezekiel 37:3. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ നീ അറിയുന്നു. യഹോവയായ കർത്താവേ നീ അറിയുന്നു. അടുത്ത വായിച്ചട്ടെ. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കുവിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഉണങ്ങിയ അസ്ഥികളാണ്. പക്ഷേ യഹോവ പറയുകയാണ്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഹല്ലേലൂയ. എങ്ങനെയാ ശ്വാസം വന്നത്? താഴേക്ക് വായിക്കും പറയാമോ? നീ കാറ്റിനോട് പ്രവചിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ടു ഫിൽ യു. ആ വിണ്ട് നിന്റെ ജീവിതത്തിലേക്ക് വന്ന് അതിനെ നിറയ്ക്കുമ്പോഴാണ് അത് ജീവനുള്ള സൈന്യമായി അത് എഴുന്നേൽക്കുവാൻ തക്കൊണ്ണം ഇടയാകുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നത്തെ പകൽ നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് പറയുവാനുള്ളത്, ഭയപ്പെടരുത്. This spinning is for you, to form you. Hallelujah. Once it is formed, this spinning once will stop. Hallelujah. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു ഫീലിംഗ് ഉണ്ട്. അത് നിന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനാണ്. ക്ഷീണിച്ച് തളർന്നു പോകാനല്ല, നിന്നെ നിറയ്ക്കേണ്ടതിന്, ഒരു നല്ല പാത്രമാക്കി നിന്നെ മാറ്റേണ്ടതിന് ഈ സ്പിന്നിംഗ് വീൽ നീ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. 18-ാം സങ്കീർത്തനത്തിലേക്ക്, 139-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. ഹല്ലേലൂയ. അവിടെ പറയുന്ന കാര്യങ്ങളുണ്ട്. നിന്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. ഞാൻ പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ചു സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ പിടിക്കും, എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലെ നിനക്ക് മറവായിരിക്കുന്നില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. ഹല്ലേലൂയ. This is all the formation. This is all the procedures of forming. ദൈവം നമ്മെ സൃഷ്ടിച്ചു, മെനഞ്ഞു, ഫോം ചെയ്തു, ഡിസൈൻ ചെയ്തു. ഹല്ലേലൂയ. ലാസ്റ്റ് എന്താ പറയേണ്ടതെന്നറിയാമോ? ഐ ആം സ്റ്റിൽ ഇൻ ഹിസ് ഹാൻഡ്സ്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ദൈവത്തിന്റെ കരങ്ങളിൽ. ഡോണ്ട് വറി. ഹല്ലേലൂയ. Don't be feared. Hallelujah. കാരണം എന്താണെന്നറിയാമോ? I'm still in his hands. Hallelujah. നീ ദൈവത്തിന്റെ കരങ്ങളിലാ. Hallelujah. തളർന്നു പോകരുത്. You are on a spinning wheel.
Amen. Maybe once it will go like high speed. Hallelujah. എന്തിനാണെന്നറിയാമോ? എന്റെ purpose fulfill ആകാൻ. He wants you to be spin in high speed. Hallelujah. കാരണം എന്താണെന്നറിയാമോ? ഫില്ലിങ്ങിന് എന്താ ഫില്ല് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ഹല്ലേലൂയ സ്പിന്നിങ് ആണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു ഷാർപ്പ് കട്ടിങ് വേണമെങ്കിൽ ഹല്ലേലൂയ ഈ സ്പിൻ ഹൈ സ്പീഡിൽ കറങ്ങിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ഒരു ടച്ച്, ഒരു പതുക്കെയുള്ള ടച്ച് വേണമെങ്കിൽ, അതിന്റെ ഒരു ഡിസൈനിൽ ഒരു മാറ്റം വേണമെങ്കിൽ ഹല്ലേലൂയ സ്പിന്നിങ് അത്രത്തോളം ഫാസ്റ്റ് ആയെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളെല്ലാം തുണി ഉണക്കാൻ സ്പിൻ ഇടും അല്ലെ, സ്പിൻ ആൻഡ് ഡ്രൈ. ഹല്ലേലൂയ. ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഇടുമ്പോൾ 12 minutes ആണ് അതിന്റെ ടൈം വരുന്നത്, ഓട്ടോമാറ്റിക്കലി വരുന്നത് 12 minutes. ബട്ട് ഒരു 2 minutes 3 minutes കഴിയുമ്പോൾ തന്നെ ഞാനത് ഓഫ് ചെയ്യും. എന്താണെന്നറിയാമോ? ഞാൻ ഇട്ട തുണിക്ക് ആവശ്യമായ ഡ്രൈനെസ് ആ 3 minutes കിട്ടി. ഹല്ലേലൂയ. ഇനി അത് ജസ്റ്റ് ഒന്ന് വെയിൽ, ഇപ്പൊ വെയിലുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിൽ കാണിച്ചാൽ മതി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പർപ്പസ് എന്താണോ അതിനനുസരിച്ചാണ് നിന്റെ സ്പിന്നിങ്. For what purpose you have been called, hallelujah, the spinning is according to that call. Hallelujah. Once it is formed, ഒരിക്കൽ പാത്രം അതിന്റെ പ്രൊസീജിയർ വൈസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ hallelujah, God will stop that spinning because still he is in control of your spin. Hallelujah. Still he is in control of your spin. അതുകൊണ്ട് he is the one who decide whether to stop that spin or not. Hallelujah. കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനം ശ്രേഷ്ഠതയോടുകൂടെ ദൈവം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി തരുവാൻ അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ പരമാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഏറ്റെടുത്ത പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഫില്ലിങ്ങിനായി റെഡി ആയിക്കോ. ഹല്ലേലൂയ. ഒരു ഫില്ലിങ്ങിനായിട്ട് റെഡി ആയിക്കോ. നിന്റെ സ്പിന്നിന്റെ കാലം കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം നിന്നെ ഫില്ല് ചെയ്യുവാൻ പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഫില്ല് ചെയ്താൽ ഹല്ലേലൂയ nobody could able to break it. ഈ ലോകത്തിലെ ആർക്കും നിന്നെ തളർത്തുവാനോ തകർക്കുവാനോ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവനെ പണിത്. ഹല്ലേലൂയ. എന്റെ ദൈവമാ നിന്നെ പണിതതെങ്കിൽ തകർക്കുവാൻ കാരണം you have been made in the for the purpose for the reason for filling. ഏത് കാരണത്തിലാണ് നിന്നെ ഫില്ല് ചെയ്യേണ്ടെന്നുള്ളത് എന്റെ ദൈവം ഹല്ലേലൂയ തീരുമാനിച്ചു വെച്ചത് കൊണ്ട് ആ കാരണങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വന്ന് നിറഞ്ഞാലും ഈ പാത്രം തകർന്നു പോകത്തില്ല. അതിനു വേണ്ടിയാ സ്പെൻഡ് ചെയ്തേ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.